നമസ്കാരം. ആസ്ട്രോ വാസ്തുവിലേക്ക് സ്വാഗതം. സൂര്യൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. 2024 ജൂലൈ 16 സൂര്യൻ മിഥുനൻ രാശിയിൽ നിന്നും കർക്കടകൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ഈ സഞ്ചാരത്തിൻ്റെ ഫലമായി രാശിചക്രത്തിലുള്ള ചില രാശിക്കാർക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. മറ്റു രാശിക്കാർക്ക് ഗുണഫലങ്ങൾ കൂടുന്നില്ലെങ്കിലും ദോഷമൊന്നും ഉണ്ടാകുകയില്ല. കാരണം മറ്റു പല ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു. സൂര്യൻ കലാപുരുഷൻ്റെ ആത്മാവാണ്. ജ്യോതിഷ പഠന വിഷയത്തെ ഒരു മനുഷ്യനായി സങ്കല്പിച്ചാൽ സൂര്യന് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ സ്ഥാനമാണുള്ളത്. ആത്മാവില്ല എങ്കിൽ മനുഷ്യന് അസ്തിത്വമില്ലാത്തതുപോലെ സൂര്യനില്ല എങ്കിൽ കാലവുമില്ല. ജാതക പ്രവചനത്തിൽ ആത്മാവിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥിതി അനുസരിച്ചാണ്. ഇനി കർക്കടകൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ സംക്രമണ ഫലമായി ഏതൊക്കെ രാശികൾക്കാണ് ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കാം. ഇടവൻ രാശി, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിയുടെ 3-ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ഇവർക്ക് മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിയും. നാനാതരത്തിലുള്ള ലാഭമുണ്ടാകും. പ്രവർത്തന രംഗങ്ങളിൽ സ്വന്തം അധികാരം പ്രയോഗിക്കാനുള്ള അവസരമുണ്ടാകും. ഉയർന്ന പദവിയിലുള്ള ജോലിയിൽ കയറ്റം കിട്ടും. ശമ്പള വർധനവും ഉണ്ടാകും. ജോലി കാര്യങ്ങൾക്കായി വീട് വിട്ടു നിൽക്കേണ്ടതായി വരും. സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും മുന്നിൽ മതിപ്പുള്ള വ്യക്തിയായി മാറും. എൻട്രൻസ് എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് വിചാരിക്കുന്ന വിഷയത്തിൽ പഠനത്തിന് പോകാൻ കഴിയും. കൂട്ടു ബിസിനസ്സുകാർക്കും വളരെ നല്ല സമയമാണ്. നല്ല ഉത്സാഹവും സന്തോഷവും ഉണ്ടാകും. 3-ലെ രവിയുടെ സഞ്ചാരവും ലഗ്നരാശിയിലെ ഗുരുവിൻ്റെ സ്ഥിതിയും കൂടിയാകുമ്പോൾ കണ്ടകശനിയുടെ പ്രയാസങ്ങൾക്ക് കുറവ് വരികയും ചെയ്യും. ഇനി അടുത്ത രാശി കന്നി രാശിയാണ്. ഉത്തരമൂക്കാൽ, അത്തം, ചിത്തിരാര. കന്നി രാശിയുടെ 11-ാം ഭാവത്തിലൂടെയാണ് രവി സഞ്ചരിക്കുന്നത്. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും. ഒരു വീട് വയ്ക്കാനോ വസ്തു വാങ്ങാനോ കാറ് വാങ്ങാനോ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തുടക്കമിടുന്നത് വളരെ നല്ലതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫലപ്രാപ്തി ഉണ്ടാകും. മക്കളെ കൊണ്ട് അഭിമാനിക്കാനുള്ള സമയമാണ്. കുട്ടികൾ മത്സര പരീക്ഷകളിൽ വിജയിക്കും. പലതരത്തിലുള്ള ധനവരവ് പ്രതീക്ഷിക്കാം. ആരോഗ്യവും മനസ്സുഖവും തൊഴിൽ അഭിവൃദ്ധിയും ഉണ്ടാകും. മേലധികാരികളിൽ നിന്നും യോജിപ്പും സമാധാനവും കിട്ടും. വിവാഹത്തിന് പറ്റിയ സമയമാണ്. ആലോചനകൾ തുടങ്ങണം. ജ്യേഷ്ഠ സഹോദരൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കും. വീട്, ഭൂമി ഇവ കയ്യിൽ വരാനുള്ള യോഗം കാണുന്നു. വരുമാനം പലതരത്തിൽ കൂടാനുള്ള സാധ്യതയാണ്. അങ്ങനെ കന്നി രാശിക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ്. ഈ തുലാൻ രാശി, ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ചേർന്നതാണ് തുലാൻ രാശി. തുലാമിൻ്റെ 10-ാം ഭാവത്തിലൂടെയാണ് രവി സഞ്ചരിക്കുന്നത്. ഈ സഞ്ചാരം കർമ്മപുഷ്ടിയെയാണ് കാണിക്കുന്നത്. ഏത് പ്രവൃത്തിയിലും വിജയവും ധനലാഭവും സന്തോഷവും ഉണ്ടാകും. വ്യാപാരത്തിൽ ഉയർച്ച, വ്യാപാരം വിപുലീകരിക്കും. ഉദ്യോഗസ്ഥർക്ക് ശമ്പള കയറ്റം ഉണ്ടാകും. ജോലിക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ ടെസ്റ്റ് എഴുതിയിരുന്നവർക്ക് ജോലി കിട്ടാനുള്ള സമയമാണ്. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് വീട്ടിൽ സൽക്കാരങ്ങൾ നൽകും. ബന്ധുക്കളുമായി വിനോദയാത്ര പോകും. പലതരത്തിൽ ധനം വരാനുള്ള സാധ്യത കാണുന്നു. ഏത് കാര്യത്തിനും വിജയമുണ്ടാകും. മത്സര രംഗത്ത് വിജയം ലഭിക്കും. ഇടപാടുകളിൽ നല്ല നേട്ടമുണ്ടാകും. മക്കളുടെ വിവാഹം, ജോലി എന്നിവയ്ക്ക് ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ്. ആരോഗ്യവും കുടുംബസുഖവും കിട്ടും. ഇനി അടുത്തതായിട്ട് കുംഭൻ രാശിയാണ്. അവിട്ടമര, ചതയം, പൂരിരുട്ടാതി, മുക്കാൽ. കുംഭത്തിൻ്റെ 6-ാം ഭാവത്തിലൂടെയാണ് രവി സഞ്ചരിക്കുന്നത്. മനസ്സിന് സ്വൈര്യത കിട്ടും. എതിരാളികൾക്ക് തോൽവി ഉണ്ടാകും. ശരീരസുഖം ഉണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ഉണ്ടാകും. ലോണുകൾക്ക് അപേക്ഷിച്ചിരുന്നവർക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ജോലി സ്ഥലത്ത് ശത്രുവിൻ്റെ ശല്യമില്ലാതെ സുഖമായി ജോലി ചെയ്യാൻ കഴിയും. മേലധികാരികളുടെ പ്രീതി കിട്ടും. ബിസിനസ്സുകാർ തൊഴിലാളികളുമായി രമ്യതയിലാവും. വിലകൂടിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും കയ്യിൽ വരാനുള്ള സമയമാണ്. വലിയ ചടങ്ങുകളിൽ പങ്കുകൊള്ളാൻ ക്ഷണം ലഭിക്കും. ഉദ്യോഗത്തിൽ ഉയർച്ചയും ശമ്പള വർധനവും ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി പ്രതീക്ഷിക്കാം. എല്ലാവരുടെയും ബഹുമാനം പിടിച്ചു പറ്റാൻ കഴിയും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. വിവാഹ തടസ്സം മാറും.
തറവാട്ടിൽ നിന്ന് കിട്ടാനുള്ള സ്വത്ത് കിട്ടാനുള്ള സമയമാണ്. അങ്ങനെ കുംഭൻ രാശിക്കാർക്കും വളരെ നല്ല സമയമാണ്. മേൽപ്പറഞ്ഞ 4 രാശിക്കാർക്കാണ് സൂര്യൻ്റെ കർക്കിടകത്തിലേക്കുള്ള ഈ സഞ്ചാരത്തിൻ്റെ ഫലമായി കൂടുതൽ ഗുണാനുഭവങ്ങൾ കിട്ടുന്നത്. മറ്റുള്ള രാശിക്കാർ ദോഷപരിഹാരങ്ങൾക്കായി ശിവക്ഷേത്ര ദർശനം നടത്തുക. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.